Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു പോണോട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ബർഡനായിട്ട് വരും. അപ്പൊ നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ കുറച്ച് അല്ലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താണ് കളക്റ്റീവ് ബാർഗെയിൻ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു അല്ലെ. വ്യത്യസ്ത അഭിപ്രായക്കാരുടെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ അല്ലെ അവിടെ ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാനേജ്മെന്റിൽ നിന്ന് അത് നേടിയെടുക്കണമെങ്കിൽ, എംപ്ലോയറിൽ നിന്ന് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂട്ടായ നെഗോഷിയേഷൻ അല്ലെ ഒരു ചർച്ചയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തിയെടുക്കുമ്പോഴുണ്ടാവുന്ന ഇരുകൂട്ടർക്കും അതുകൊണ്ട് തന്നെ മെച്ചമുണ്ട് അല്ലെ. അവിടെ എംപ്ലോയേഴ്സിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട്. എംപ്ലോയീസിനും അല്ലെ അവിടെയുള്ള തൊഴിലാളികൾക്കും അവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ടും എന്താണ് ബിസിനസ് നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ് വ്യത്യസ്ത അഭിപ്രായക്കാര് അല്ലെ. കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളത് വ്യത്യസ്ത വീക്ഷണത്തിന്റെ കോണിൽ എന്തൊക്കെയാണ് ഡിസ്കസ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അക്കോർഡിംഗ് ടു ഡെയിൽ യോർഡർ അല്ലെ, അദ്ദേഹത്തിന്റെ ഡെയിൽ യോർഡറിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് നോക്കാം. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എസെൻഷ്യലി എ പ്രോസസ് in which employees act as a group in seeking to shape conditions and relationships in their employment. വായിക്കുമ്പോ എന്തൊക്കെയോ അല്ലെ കണ്ടീഷനും ഷേപ്പും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ഇതിൽ പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, അതായത് നമ്മളൊക്കെ അറിയാം ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെ, ഡ്രൈവേഴ്സിന്റെ ഗ്രൂപ്പ്, ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പ്, കളക്ടർമാരുടെ ഗ്രൂപ്പ് അല്ലെ, അവരവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അവർക്ക് മാത്രമുള്ള അല്ലെ, അപ്പൊ അവർക്ക് മാത്രം ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും എന്താണ് അവര് ബാർഗെയിൻ ചെയ്ത ഇഷ്യൂസുകളൊക്കെ പരിഹരിക്കാൻ ഒറ്റയ്ക്ക് നിന്ന് ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ ഒന്നിച്ചു നിന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്തെടുക്കുമ്പോൾ എന്താണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എസെൻഷ്യലി ഒരു പ്രോസസ്സ് അല്ലെ, എസെൻഷ്യലി ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരു പ്രവർത്തനം അല്ലെ, ഒരു പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. which employees act as a group in seeking to shape conditions and relationships in their employment അല്ലെ. അവരുടെ എംപ്ലോയ്മെന്റിൽ അതായത് അവരുടെ സ്വന്തം ആ ഒരു ജോലി ഇതിൽ നിന്നുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള അല്ലെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടേതായിട്ടുള്ള പ്രോബ്ലംസുകൾ, അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഏതെങ്കിലും ഇൻ കേസ് നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഡ്രൈവേഴ്സിന്റെ കാര്യം പറഞ്ഞു. വിച്ച് എന്താണ് ഫോർ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രൈവേഴ്സിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞു. ഡ്രൈവേഴ്സ് നമുക്കറിയാം അവര് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഡ്രൈവിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് കയറണമെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ക്ഷീണം കാണും. ഉണ്ടാവില്ലേ? ക്ഷീണം ഉണ്ടാവില്ലേ? അപ്പൊ അവര് ഒരു ബാർഗെയിൻ വരും. ഓക്കെ, അവര് പറയും
ഞങ്ങൾക്ക് ഒരു ദിവസത്തെങ്കിലും ലീവ് അനുവദിക്കണം അല്ലെ. അത് ന്യായമായ ആവശ്യമാണ്, അവരുടെ മാത്രം പേഴ്സണലി അല്ലെ, ആ ഒരു ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ട ന്യായമായ വാദമാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അത് ഒറ്റയ്ക്ക് നിന്ന് ചോദിച്ച് ബാർഗെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒന്നിച്ചു നിന്ന് ബാർഗെയിൻ ചെയ്തെടുക്കും. അതാണ് ഇവിടെ കളക്റ്റീവ് ബാർഗെയിനിങ് വരുന്നത്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് which employees act as a group in seeking to shape condition and relationship. അല്ലെ, അവര് ഒന്നിച്ചു നിന്ന് ബന്ധം സ്ഥാപിച്ചെടുത്തിട്ട് ഒന്നിച്ചു നിന്ന് കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്ത് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, then next ക്ലിയർ അല്ലേ? ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു കോക്സ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? Collective bargaining is the resolution of industrial problems between the representatives of employers and the freely designated representative of employees acting collectively with a minimum of government dictation. അതായത് നമുക്കറിയാം, ഗവൺമെന്റ് ഡിറ്റക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ഏതെങ്കിലും ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അവർ ഗവൺമെന്റ് തന്നെ ചില ഓർഡറുകൾ ഇറക്കും അല്ലെ. ചിലപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവര് ടാക്സ് അല്ലെ, ടാക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർഡർ ഇറക്കും. അപ്പൊ ചില ഇതുകളൊക്കെ നികുതി കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ എന്താണ്, അവിടെയുള്ള ആ ഒരു സ്ഥാപനത്തിന്റെ എംപ്ലോയർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. എംപ്ലോയർ നഷ്ടത്തിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിട്ടേൺ അല്ലെ മറ്റൊരു ഫലമായിട്ട് എംപ്ലോയീസിനും എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്, അവർ ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അല്ലെ ഗവൺമെന്റിനോട് പൊരുത്താൻ വേണ്ടിയിട്ട് എന്താണ്, എംപ്ലോയറും എംപ്ലോയിക്കും ഒന്നിച്ച് നിൽക്കും അല്ലെ. അങ്ങനെ ഒന്നിച്ച് നിന്നിട്ട് ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് തടയിടാനായിട്ട് അവർ ശ്രമിക്കും. എന്താണ് പറയുന്നത്? ആക്റ്റീവ്ലി വിത്ത് എ മിനിമം ഓഫ് ഗവൺമെന്റ് ഡിക്റ്റേഷൻ. ഗവൺമെന്റിന്റെ ആ ഒരു കാര്യം അടുത്തറിഞ്ഞിട്ട് അല്ലെ, അവർ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെ, നമുക്കറിയാം എന്തെങ്കിലും പാർലമെന്റിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താണ് നടപ്പാക്കി കൊണ്ടുവരുള്ളൂ എന്ത് കാര്യമാണെങ്കിലും അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങളുടെ തൊഴിലുടമയും തൊഴിലാളിയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ തടയിടും. കാരണം നമുക്കറിയാം, എംപ്ലോയീസിന് നേട്ടമുണ്ടായാൽ മാത്രമാണ് അവിടെയുള്ള തൊഴിലാളികൾക്കും അതിന്റെ റിട്ടേൺസ് കിട്ടുള്ളൂ അല്ലേ? ആണോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എംപ്ലോയറിന് നേട്ടം ഉണ്ടായാലല്ലേ എംപ്ലോയീസിനും അതിന്റെ ഗുണം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അല്ലെ. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ദ റെസൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ബിറ്റ്വീൻ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് എംപ്ലോയേഴ്സ് ആൻഡ് ദ ഫ്രീലി ഡെസിഗ്നേറ്റഡ്. അതായത് എംപ്ലോയറിന്റെ റെപ്രസെന്റേറ്റീവ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ഫ്രീലി അല്ലെ, അവര് വലിയ പ്രശ്നം അല്ലെ, അവിടെ നേതാക്കള്, അതായത് നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിലുള്ള വ്യക്തികളും കൂടി പരസ്പരം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആക്ടിങ് കളക്റ്റീവ്ലി വിത്ത് എ മിനിമം ഓഫ് ഗവൺമെന്റ് ഡിക്റ്റേഷൻ. ഗവൺമെന്റ് എന്താണോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പ്രവർത്തിക്കാനായിട്ട് അല്ലെ ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ബാർഗെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഒരു തൊഴിലാളികൾക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്തെടുക്കാം, തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ബാർഗെയിൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ തൊഴിലാളികൾ മാത്രം അല്ലെ ഒരു നിശ്ചിത ഫേമിലുള്ള തൊഴിലാളികൾക്ക് മാത്രം തൊഴിലുടമയിൽ നിന്ന് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇവിടെ കളക്റ്റീവ് ബാർഗെയിനിങ് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അത് ഇഷ്യൂ ചെയ്ത് അല്ലെ അത് ഒന്നിച്ച് നിന്നിട്ട് ബാർഗെയിൻ ചെയ്ത് വിലപേശി നേടിയെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണോ? അടുത്ത അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓക്കെ, രണ്ടുപേരുടെയും ആ ഒരു ഡെഫിനിഷൻസ് ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് അഭിപ്രായത്തിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു RF Fassil, നോക്കാം എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ നോക്കാം. കളക്റ്റീവ് ബാർഗെയിനിങ് is a mode of fixing the terms of employment by means of a bargaining between an organized body of employees
and an employer or an association of employers usually acting through authorized agents. അതായത് നമുക്കറിയാം ഇപ്പോ വേണമെങ്കിൽ എംപ്ലോയീസ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അല്ലെങ്കിൽ എംപ്ലോയറും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു അല്ലെ. അതേമാതിരി തന്നെ ഓർഗനൈസ്ഡ് ഫോമുകൾ എല്ലാത്തിനും ഉണ്ട് അല്ലെ. ഈ എംപ്ലോയറുടെ തൊഴിലുടമകളുടെ യൂണിയനുകൾ ഉണ്ടാവാം, തൊഴിലാളികളുടെയും യൂണിയനുകൾ ഉണ്ടാവും അല്ലെ. അവിടെ വ്യത്യസ്ത തരത്തിലുള്ള യൂണിയനുകൾ ഇങ്ങനെ ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. The collective bargaining is a mode of fixing the terms of employment by means of bargaining between organized body of employees and employer അല്ലെ. അവിടെ എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ ബാർഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനുകളായിട്ട് അല്ലെ, ഒരു അസോസിയേഷനുകളായിട്ടാണ് രൂപം കൊള്ളുന്നതെങ്കിൽ അസോസിയേഷൻ ഓഫ് എംപ്ലോയേഴ്സ് യൂഷ്വലി ആക്ടിങ് ത്രൂ ഓതറൈസ്ഡ് ഏജൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അംഗീകൃത ഏജന്റ് ആയിട്ടും നിലകൊള്ളുന്നുണ്ട് അല്ലെ. ഇപ്പൊ യൂണിയനുകളൊക്കെ ആണെങ്കിൽ അംഗീകൃതമായിട്ട് തന്നെ അവർ നിലകൊള്ളുന്ന ഏജൻസികളായിട്ടായിരിക്കും ബാർഗെയിൻ ചെയ്ത് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. The essence of a collective bargaining is a bargain between interested parties and not a request from outside parties. അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് താല്പര്യമുള്ള ആളുകളുടെ വിലപേശലാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അല്ലാതെ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളെല്ലാം സംതൃപ്തി കൊടുക്കുന്നത് പ്രധാനമായിട്ടും അവിടെയുള്ള എംപ്ലോയേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും അല്ലെ, അവിടെ തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും ആവശ്യങ്ങളാണ് നിറവേറ്റി കൊടുക്കുന്നത് അല്ലെ. പ്രധാനമായിട്ടും എന്താണ് ബാർഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ അത് പരിഹരിക്കുക. ചിലപ്പോൾ പക്ഷേ സാലറിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈം അവേഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഡ്യൂട്ടി സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഇൻട്രസ്റ്റുകൾ അല്ലെ അത് പരിഹരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്, കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് എ മോഡ് ഓഫ് ഫിക്സിംഗ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ. അവിടെ ഒരു എഗ്രിമെന്റ് വരികയാണ്, അതായത് ടേംസ് നമ്മൾ ഈ പറഞ്ഞ മാതിരി കളക്റ്റീവ് ബാർഗൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും അല്ലെ എംപ്ലോയറിനോട് എംപ്ലോയി കുറെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം നെഗോഷിയേറ്റ് അല്ലെ അവിടെ ചർച്ചകളിലൂടെയൊക്കെ വിശകലനം ചെയ്തിട്ട് അവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അല്ലെ, ഒരു എഗ്രിമെന്റിലേക്ക് എത്തുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുവദിക്കാം. പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയറുടെയും കൂടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ പരിഗണിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒരിക്കലും എംപ്ലോയീസിന്റെ മാത്രം ആവശ്യങ്ങൾ മാത്രം പരിഗണിക്കില്ല അല്ലെ. അവർ തീർച്ചയായിട്ടും ചർച്ച എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇരുകൂട്ടരുടെയും ആവശ്യങ്ങൾ അവിടെ പരിഗണിക്കേണ്ടതായിട്ട് വരും. ദെൻ അതിനനുസരിച്ചിട്ടായിരിക്കും ഡിസിഷൻസ് ഒക്കെ അവിടെ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് എ മോഡ് ഓഫ് ഫിക്സിംഗ് ദ ടേംസ് അല്ലെ. അവിടെ ഒരു ഫിക്സിംഗ് ടേംസുകളൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ഫിക്സിംഗ് ആണ് എന്തെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മൂന്ന് കാര്യങ്ങളും ഒക്കെ വിശദമായിട്ടൊന്ന് ക്ലിയർ ചെയ്തോ? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു റെഫറൻഷ്യൻസ് തന്നാൽ ആരുടെ അഭിപ്രായത്തിലാണെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ് അല്ലെ. ഇവിടെ ഫസ്റ്റ്ലി നമ്മൾ കണ്ടു എന്താണ് ഗ്രൂപ്പായിട്ട് സാഹചര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നീതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർഗൈനിങ് ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കണ്ടു എന്താണ് ഓരോ റെപ്രസെന്റേറ്റീവ് അല്ലെ ഗവൺമെന്റിന്റേതായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ബാർഗൈൻ ചെയ്തെടുക്കുന്നതാണ്. മറ്റൊന്ന് നമുക്കറിയാം അവരവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ സവിശേഷതകളാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം എന്തൊക്കെ സവിശേഷതകളാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിനുള്ളത്. ഫസ്റ്റ് വൺ കളക്റ്റീവ്. ഫസ്റ്റ് വൺ എന്താണ്? കളക്റ്റീവ് ആണ്. It is collective in two ways. Firstly, the workers bargain collectively for the common interest and welfare of the workers. Secondly, the management and the workers mutually arrive at an agreement beneficial for both through negotiations. Okay, അവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു കളക്ഷൻ ആണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഒന്നാമതായിട്ട് എന്താ പറയുന്നത് വർക്കേഴ്സിന്റെ ബാർഗെയിൻ ആണ് വരുന്നത് അല്ലെ. അവര് ഒന്നിച്ച് നിന്നിട്ട് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് അവരുടേതായിട്ടുള്ള ക്ഷേമത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക ആവശ്യമുണ്ട്. സെക്കൻഡ്ലി അതിന് വേണ്ടിയിട്ടാണ് അവര് ബാർഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്ലി എന്താണ്? മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് മ്യൂച്വലി അറൈവ് അല്ലെ.
ഇങ്ങനെയുള്ള ഒരു ആവശ്യം കൊണ്ടുവന്ന് ഞാൻ പറയുമ്പോ തന്നെ ഇവിടെ നടപ്പാക്കി കൊടുക്കുവോ എംപ്ലോയർ? ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ ഒറ്റയടിക്ക് അംഗീകരിച്ചു കൊടുക്കുവോ? ഇല്ല അല്ലെ. അവര് തീർച്ചയായിട്ടും അവരുടെ എന്തായാലും ചിലപ്പോൾ ഗുണകരമാണ് എങ്കിൽ കൂടിയും അവരനുവദിച്ചു കൊടുക്കില്ല. എന്തെങ്കിലും ബാർഗെയിൻ ചെയ്തിട്ടാണോ വിലപേശിയിട്ടാണോ അവർ കൊടുക്കുള്ളൂ അല്ലെ. അവിടെ ചർച്ചകളുടെ ഇടയിൽ കൂടിയാണ് അത് അതിനൊരു ഇംപ്ലിമെന്റേഷൻ വരുള്ളൂ. ആ ഒരു ഡിസിഷന് ഒരു നടപ്പാക്കലില് തീർച്ചയായിട്ടും അവിടെ ഒരു ചർച്ച ആവശ്യമായിട്ട് വരും. സെക്കൻഡ്ലി ദ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് മ്യൂച്വലി അറൈവ് അറ്റ് ആൻ എഗ്രിമെന്റ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ത്രൂ നെഗോഷിയേഷൻ. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു എഗ്രിമെന്റ് വെക്കുന്നത്. ഓക്കെ, ഇന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലെ. അവര് വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവുന്നത് ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കളക്റ്റീവ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത്. ഓക്കെ, ഒരേപോലെ തന്നെ അവരുടെ ശക്തി ബാർഗെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. Both the parties have equal bargaining strength and that is a feature of a collective bargaining. ഇരു കൂട്ടർക്കും എന്താണ്? ഒരേപോലെ തന്നെ അല്ലെ. ഇപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് പവർ ഉണ്ട് അല്ലെ, അധികാരം അവകാശമുണ്ട്. നമുക്കറിയാം എംപ്ലോയറിന് എംപ്ലോയറുടേതായിട്ടുള്ള അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ എംപ്ലോയിക്ക് എംപ്ലോയിയുടേതായിട്ടുള്ള അവകാശങ്ങളുമുണ്ട് അല്ലെ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് both the parties bargain from a position of equal strength as their bargaining strength is equal. അതായത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇരു കൂട്ടർക്കും എന്താണ്? അവരുടേതായിട്ടുള്ള പൊസിഷൻ അനുസരിച്ചിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു ശക്തിയുണ്ട് അല്ലെ. ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള അവകാശവും ശക്തിയും അവർക്കുണ്ട്. ദിസ് പ്രോസസ് ക്യാൻ ബി കോൾഡ് ദ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അറ്റ് ദ വർക്ക്പ്ലേസ്. ഇതാണ് തൊഴിലിടങ്ങളിൽ ഉള്ള ഡെമോക്രസി അല്ലെ, ജനാധിപത്യം എന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് വ്യാവസായിക ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇക്വാലിറ്റി അല്ലെ, ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ഇക്വാലിറ്റി ആണ്. അതായത് എംപ്ലോയറിനും എംപ്ലോയിക്കും ഒരേപോലെയുള്ള ഒരു ഇക്വാലിറ്റി ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത്. ക്ലിയർ അല്ലേ? നമുക്കറിയാം അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് എംപ്ലോയീസിന് മാത്രമല്ല അവകാശമുള്ളത്, എംപ്ലോയറിനും അവകാശമുണ്ട്. നെക്സ്റ്റ് നോക്കുമ്പോൾ ഫ്ലെക്സിബിൾ. ചെയ്യാലോ? ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കാം എന്താണ് ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി in which representatives of workers and management utilize their energies so that a solution can be obtained which is acceptable by both the parties. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മുകളിലെ പോയിന്റിൽ ഒന്ന് എങ്ങനെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയാലോ എന്ന് ഓർത്തിട്ടാണ്. അതായത് ദിസ് പ്രോസസ് ക്യാൻ ബി കോൾഡ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. എന്താണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറയാൻ കാരണം എന്നുള്ളത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ഇക്വാലിറ്റി ഉള്ളത് കൊണ്ടാണ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി അല്ലെ, അതൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ആണ്. ഇൻ വിച്ച് റെപ്രസെന്റേറ്റീവ് ഓഫ് വർക്കേഴ്സ് and management utilize their energies so that a solution can be obtained which is acceptable by both the parties അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അത് ആഗ്രഹം അല്ലെ ഇൻട്രസ്റ്റുകളും ഉണ്ടാവും. തൊഴിലുടമയ്ക്ക് ഒരിക്കലും ഒരു ഫേം എന്ന് പറയുന്നത് അവര് നിശ്ചിത പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയിട്ട് തന്നെയായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതൊരു തൊഴിലാളിയാണെങ്കിലും അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് അതും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവരും വരുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻസ് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടതുണ്ട്. Then flexibility or rigidity of a job, an idea should be avoided for a smooth bargaining process. അപ്പൊ ഇൻ കേസ് നമ്മളിപ്പോ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ചോദിക്കുന്നത് അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, നമ്മളിപ്പോ ഒരു ഡിസിഷൻ അവിടെ ഒരു നിയമാവലിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ ബാർഗെയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് കൊണ്ടുവരുമ്പോൾ എന്താണ് ആ നിയമാവലിക്ക് ഒരു ഭേദഗതി വരുത്തേണ്ടതായിട്ട് വരില്ലേ? ഭേദഗതികൾ വരുത്തേണ്ട വരില്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഓർ റിജിഡിറ്റി ഓഫ് എ ജോ ആൻഡ് ഐഡിയാസ് ഷുഡ് ബി അവോയ്ഡഡ് ഫോർ സ്മൂത്ത് ബാർഗെയിനിങ് പ്രോസസ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലെക്സിബിലിറ്റി ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഈ നിയമ ഭേദഗതികളൊന്നും വരുത്താൻ പറ്റില്ല അല്ലെ. ആ നിയമ ഭേദഗതിയിൽ വരുത്തുന്ന ഒരു ഇതാണെങ്കിൽ മാത്രമാണ് സ്മൂത്ത് ആയിട്ട് തന്നെ ആ ഒരു പ്രോസസ്സ് മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇൻ കേസ് ചിലര് കടുംപിടുത്തം പിടിച്ചിരിക്കുന്ന തൊഴിലുടമകളാണ് എങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ഈ ബാർഗെയിനിങ് പ്രോസസ് അവിടെ നടക്കില്ല. ശരിയല്ലേ? ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചർച്ചകളിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തണം അല്ലെ. അതേസമയം തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ ഇൻഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അയവുകളൊന്നും വരുത്താത്ത ഒരു ഡിസിഷൻ മേക്കർ ആണ്, അല്ലെങ്കിൽ ഡിസിഷൻസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആണ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് where the concerned parties arrive at a solution by exchanging their diverse views. അല്ലെ, വിവിധ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ സൊല്യൂഷൻസ് വ്യത്യസ്തമായിരിക്കും അല്ലെ. നമുക്കറിയാം വിവിധ പാർട്ടികൾ ഓരോരോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല തീരുമാനം എന്താണ് അല്ലെ, നമ്മുടെ ബിസിനസ് ഫേം നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മൂവ് ചെയ്യാനായിട്ട്, അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പോട് മൂവ് ചെയ്ത് പോകാനായിട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ അത് ഡൈവേഴ്സ് ആയിട്ടുള്ള അവരുടെ വീക്ഷണങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദിസ് ഇസ് എ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ. അവിടെ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്. കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പ്രത്യേകമായ ഒരു സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും വോളണ്ടറി എന്താണ് അടുത്തത് പറയുന്നത്? വോളണ്ടറി എന്നുവെച്ചാൽ സ്വമേധയ അല്ലെ. വോളണ്ടറി എന്ന് പറയുമ്പോൾ സ്വമേധയ. ദ ആക്ട് ഓഫ് കമ്മിങ് ടുഗദർ വിത്ത് വർക്കേഴ്സ് മാനേജ്മെന്റ് cannot be forced or imposed upon anyone അല്ലെ. ആരെയും അവിടെ എന്താണ് ഫോഴ്സ് ചെയ്യുകയോ ചുമത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുമ്പോൾ ആരെയും എന്താണ് വളരെയധികം ഫോഴ്സ് ചെയ്തിട്ടൊന്നല്ല മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരവര് തന്നെ ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലേക്ക് ഉണ്ടാവുകയും അല്ലെ അവരോടൊപ്പം കൂടിച്ചേർന്ന് അവരുടേതായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ ആരെയും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. Then both the parties are volunteer to have productive dialogue on various troubling issues. അതായത് മൂല്യത്തോടു കൂടിയിട്ടുള്ള ഒരു കാര്യത്തിൽ എത്താനായിട്ട് അല്ലെ. വ്യത്യസ്ത ട്രബിളുകൾ വരാൻ ഇപ്പൊ നമുക്കറിയാം ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത് ഒരുപക്ഷെ ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയീസിന്റെ ആവശ്യങ്ങളായിരിക്കാം. ഞങ്ങൾക്ക് ചെറിയ ട്രെയിനിങ് ഒക്കെ തന്നാലേ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ. അത് തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന് ബോധ്യമാക്കുമ്പോൾ എംപ്ലോയേഴ്സ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും. കമ്പനി നല്ല രീതിയിൽ അല്ലെ നല്ല റിസൾട്ടോടുകൂടി മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂല്യത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബാർഗെയിനിങ്സുകളൊക്കെ വരുന്നത്. വ്യൂ ഓഫ് ഈച്ച് അതർ സ്ക്രൂട്ടനൈസ്ഡ് എക്സ്റ്റെൻസീവ്ലി ടു ഫൈൻഡ് ആൻ എക്വിറ്റബിൾ സൊല്യൂഷൻ അല്ലെ. എല്ലാ തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എംപ്ലോയർ അങ്ങനെ കേട്ടിട്ട് അങ്ങനെ നടപ്പാക്കുകയല്ല ചെയ്യുന്നത് അല്ലെ. അവര് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന വെച്ചാൽ നല്ല രീതിയിൽ നിരീക്ഷിച്ച് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ഓക്കെ ഇവര് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ, ഇവര് ആവശ്യപ്പെടുന്ന കാര്യം കറക്റ്റ് ആണ്, അതല്ലെങ്കിൽ നമ്മുടെ കമ്പനി നഷ്ടത്തിലാവാൻ സാധ്യതയുണ്ട്, അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കാം. അപ്പൊ അവർക്ക് കൂടുതൽ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതനുസരിച്ചിട്ട് റിട്ടേൺ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള സൊല്യൂഷനിലേക്ക് എത്തിപ്പെടുന്നത്. ഹെൻസ് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ വോളണ്ടറി പ്രോസസ്. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു സ്വമേധയായുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ തന്നെ ഞങ്ങൾ പഠിച്ചും പോവുക. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ. ഓക്കെ ആണോ?
4 പോയിന്റ് കണ്ടു. കളക്റ്റീവ്, ഈക്വൽ ബാർഗൈനിങ് സ്ട്രെങ്ത്, ഫ്ലെക്സിബിള്, വോളണ്ടറി അല്ലെ. വോളണ്ടറി എന്ന് പറയാൻ കാരണം ഇവിടെ സ്വമേധയാണ് അവര് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെ. അടിച്ചേൽപ്പിച്ച് അവർക്ക് നടപ്പാക്കാനായിട്ടൊന്നും പറ്റില്ല. സ്വമേധയ എംപ്ലോയറിനും സ്വമേധയ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എംപ്ലോയീസിനും അതനുസരിച്ചിട്ട് മാത്രം അവകാശപ്പെടാനും പറ്റുള്ളൂ അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടിന്യൂസ്. ോട്ടെ ജസ്റ്റ് വായിച്ചു നോക്കിയോ? കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തുടർച്ചയായ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഒരു ചർച്ച എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോൾ ആ ചർച്ചയുടെ എന്നും തല്ലിപ്പിരിഞ്ഞു അല്ലെ, അവസാനിച്ചു പോയി എന്നൊക്കെ പറയാം. എന്നുവെച്ചാൽ ചർച്ച എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു എൻഡിങ് എഗ്രിമെന്റിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നാളുകളോളം എടുക്കും. ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനമാണ് കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ് which begins with the negotiations and end with the agreement. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കാം അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ബിഗിൻ അല്ലെ, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുമായിട്ടാണ്, ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റിലേക്ക് അല്ലെ, ഒരു കരാറിലേക്ക് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആശയത്തിന് പരിഹാരം കാണുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് വരികയാണ്. ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരി, അതിനനുസരിച്ചിട്ട് നമുക്ക് അനുവദിക്കുന്നു അല്ലെ. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ്. അത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് നാളത്തെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് അവിടെ ആവശ്യമായിട്ട് വരും. ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് ആൻഡ് കണ്ടിന്യൂസ് കോഴ്സ് ഓഫ് ആക്ഷൻ when two parties agree on a matter. It is just the starting of collective bargaining. Okay, നമുക്കറിയാം ഇത് ഓൺഗോയിങ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് മാത്രമല്ല എന്താണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അവരവരുടേതായിട്ടുള്ള പ്രോബ്ലംസുകൾ എന്താണ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. then അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് എഗ്രിമെന്റിൽ അവസാനിക്കുന്നത് അല്ലെ. This agreement has to be implemented in continuous manner and further negotiation should be initiated. നമുക്കറിയാം ചർച്ച മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു പരിഹാരം അതല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ ആണോ? Okay, begins with the എന്തായിട്ടാണ് ബിഗിൻസ് ചെയ്യുന്നത്? കളക്റ്റീവ് ബാർഗെയിൻ begins with the negotiation and end with the agreement. Okay, good. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡൈനാമിക് ആണ് അല്ലെ. ഡൈനാമിക് എന്ന് പറയുമ്പോൾ ചലനാത്മകമായിട്ടുള്ള കാര്യമാണ്. The process of a collective bargaining itself is a dynamic one as the concept undergoes a lot of changes and develops over time. Okay, നമുക്കറിയാം അത് ഒരുപാട് ചലനാത്മകമായിട്ട് കാലക്രമണത്തില് ചില മാറ്റങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് അല്ലെ. പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഒന്നും ഉണ്ടാവുന്നില്ല, പക്ഷെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി റിജിഡ്, അത് കൃത്യമായിട്ടൊരു രൂപ അല്ലെ, സ്ഥിരമായിട്ടുള്ള ഒരു ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് ബുദ്ധിമുട്ടാണ്. ഡൈനാമിക് ആണ് അല്ലെ, അത് ചലനാത്മകമായിട്ടുള്ള കാര്യമാണ്. The process collective bargaining itself a dynamic one as the concept undergoes a lot of changes and develops over time അല്ലെ. അത് ഓരോ സമയം ഇതിനനുസരിച്ചിട്ട് അതിലെ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. നമുക്കറിയാം തീർച്ചയായിട്ടും എന്തെങ്കിലും വികസന കാര്യങ്ങളായിരിക്കും അതിലെ മാറ്റങ്ങൾ വരുന്നത് അല്ലെ. താഴേക്ക് ആയിരിക്കില്ല മാറ്റങ്ങൾ പോകുന്നത്, എന്തെങ്കിലും ഉൾപ്പെടുത്തണം അല്ലെ. പുതുമയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുന്നത്. Then there are several changes in the manner agreements arrive, their implementation process and the cognitive abilities of the parties. അതായത് നമുക്കറിയാം ആ എഗ്രിമെന്റില് കൂടുതലായിട്ട് അല്ലെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. പുതിയ ഇംപ്ലിമെന്റേഷൻ നടപ്പാക്കലൊക്കെ ആയിരിക്കും അതിലേക്ക് കടന്നു വരിക അല്ലെ. ഒരു വൈജ്ഞാനികമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെന്തെങ്കിലും ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെ. അവരുടെ എംപ്ലോയീസ് ഒക്കെ ഒരു വൈജ്ഞാനിക അറിവിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്തെങ്കിലും എംപ്ലോയറിനോട് ആവശ്യപ്പെടുന്നത്. എംപ്ലോയർ അതെല്ലാം പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതങ്ങനെ ഒരു എഗ്രിമെന്റിലേക്കാണ് അവസാനിക്കുന്നത് അല്ലെ. ദീസ് റാപ്പിഡ് ചേഞ്ചസ് ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ പ്രോസസ് ഡൈനാമിക് ആൻഡ് എവോൾവ്ഡ് ആണ്. അതായത് നമുക്കറിയാം ഇതൊരു അല്ലെ നമുക്ക് ഒരു വികസനമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ. ഒരു ചലനാത്മകമായിട്ടുള്ളതും
വികസനവുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതായത് പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുത്തുകയാണ് അല്ലെ, അവരുടേതായിട്ടുള്ള ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന്റെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് എംപ്ലോയറും കൂടി ചേർന്നിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇരുകൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു എഗ്രിമെന്റിലേക്കാണ് അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു ഡൈനാമിക് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, പോകാം, ചെയ്തു പോവാം. വൈറ്റ് യൂസ് ഡൈനാമിക് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക, സെവറൽ ചേഞ്ചസ് ഇൻ ദ മാനർ എഗ്രിമെന്റ് അറൈവ് അല്ലെ, ഇംപ്ലിമെന്റേഷൻ പ്രോസസ് എല്ലാം അവിടെ നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ചലനാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, പവർ റിലേഷൻഷിപ്പ്. എന്താണ് പവർ റിലേഷൻഷിപ്പ്? എന്താണ് പവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അതായത് ഇരുകൂട്ടർക്കും നല്ല അല്ലെ അതിൻ്റെതായിട്ടുള്ള അധികാര പരിധിയുണ്ട് അല്ലെ. എംപ്ലോയർക്ക് എംപ്ലോയി പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കി കൊടുക്കുന്ന ഒരു രീതിയൊന്നും ആയിരിക്കില്ല. അത് മാത്രമല്ല, എംപ്ലോയർ എന്താണ് പറയുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയും ആയിരിക്കില്ല എംപ്ലോയി സ്വീകരിക്കുന്നത് അല്ലെ. അവർക്ക് ഇരുകൂട്ടർക്കും എന്താണ് ആ റിലേഷൻഷിപ്പിൽ അതിൻ്റെതായിട്ടുള്ള അധികാര പരിധികളുണ്ട് അല്ലെ. വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഷെയർ എ റിലേഷൻഷിപ്പ് which both want to extract the maximum from each other by offering the least. അതായത് നമുക്കറിയാം ഒരു തൊഴിലുടമയും തൊഴിലാളി പറയുന്ന എല്ലാ കാര്യവും ഭയങ്കര ചെലവേറിയ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ ഇംപ്ലിമെന്റ് ഒന്നും ചെയ്തു കൊടുക്കില്ല അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടായിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ കോസ്റ്റ് ഈ എക്സ്പെൻഡിച്ചർ ഇവരിങ്ങനെ ചെലവാക്കുമ്പോൾ റിട്ടേൺ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമാണ് എംപ്ലോയർ അവർക്ക് അത് നടപ്പാക്കി കൊടുക്കുകയുള്ളൂ അല്ലേ. ശരിയല്ലേ? അധികം ചെലവ് വഹിക്കാനായിട്ട് എംപ്ലോയർ തയ്യാറാവോ? ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നണം. തയ്യാറാവില്ല അല്ലെ. നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതായത് എംപ്ലോയി എപ്പോഴും തൊഴിലുടമ എപ്പോഴും ആലോചിക്കും നമ്മൾ മുടക്കുന്ന കോസ്റ്റ് അനുസരിച്ചുള്ള റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താണ് പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തൊഴിലുടമയ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് എപ്പോഴും റണ്ണിങ് ആയിട്ട് തന്നെ അവർ വീക്ഷിച്ചിട്ട് മാത്രമാണ് അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓഫറുകളൊക്കെ എഗ്രിമെന്റിലേക്ക് എത്തിക്കുകയുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ പറയാണ് ലീസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ മാക്സിമം ഇരുകൂട്ടർക്കും ബെറ്റർ ആയിട്ടുള്ള അല്ലെ ഒരു റിലേഷൻഷിപ്പ് എടുക്കാൻ പറ്റുന്ന, അതായത് നല്ല ബന്ധത്തോട് കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും തന്നെ മൂവ് ചെയ്യുന്നത്. However, a consensus can only be reached when they draw back from their position and accept less than their demands and give more than what is offered initially. Okay, നമുക്കറിയാം ഇത് പ്രധാനമായിട്ടും അല്ലെ എല്ലാ കാര്യങ്ങളും അവര് ചിന്തിച്ചിട്ട് മാത്രമാണ് അവരെന്തെങ്കിലും ഓഫറുകൾ നടപ്പാക്കി കൊടുക്കുള്ളൂ അല്ലെ. തൊഴിലാളികളുടെ ഏത് കാര്യമാണെങ്കിലും അവരുടെ പരിധിയിൽ അനുസരിച്ചിട്ട് പരിധിക്ക് തന്നെ നിർത്തിയതിനു ശേഷമാണ് കാര്യങ്ങൾ എടുക്കുള്ളൂ. ആദ്യം തന്നെ എന്ത് ചെയ്യും അവര് ചിലപ്പോ വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നടപ്പാക്കി കൊടുക്കണമെന്നില്ല അല്ലെ. ദെൻ എന്താണ് പിന്നെ പതിയെ ചിലപ്പോ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം കൂടി അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കൺട്രോളിങ് പവർ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അവര് പറയുന്നത് മാത്രമേ അങ്ങനെ കേട്ടാൽ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, അത് അനുവദിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് എത്താം അല്ലെ. അതുകൊണ്ട് തന്നെ അവരൊരു കൺട്രോളിങ് പവർ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നടപ്പാക്കി കൊടുക്കുന്നത്. ദിസ് ഹെൽപ്പ് ദ മാനേജ്മെന്റ് ടു ഹോൾഡ് ഓൺ ദ പവർ ആൻഡ് ടു കൺട്രോൾ ഓൺ വർക്ക് പ്ലേസ് മാറ്റർ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല പെട്ടെന്ന് എന്ത് കാര്യം പറഞ്ഞാലും അവരെന്താണ് അതൊക്കെ അപ്പാടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കണമെന്നില്ല അല്ലെ. ലെസ് ദാൻ കുറച്ച് കാര്യം മാത്രമാണ് അവരുടെ ആവശ്യങ്ങൾ അവര് ആദ്യം നിറവേറ്റി കൊടുക്കുകയുള്ളൂ. ദെൻ അതിന് ശേഷം ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ഒരു കൺട്രോളിംഗ് പവർ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. Then the union also apply this policy to strengthen their hold over workers and retain their powers. അതായത് യൂണിയനുകളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. തൊഴിലാളികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും യൂണിയൻ ഇടപെട്ട് ഞങ്ങൾ നടപ്പാക്കി കൊടുക്കണമെന്നൊന്നുമല്ല. അവരിൽ ഒരു അല്ലെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് മെമ്പർഷിപ്പ് ഒക്കെ കൂടി അവരൊരു സ്ട്രെങ്ത് ഉള്ള ഒരു യൂണിയനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ അവര് അല്ലെ കൗശലപൂർവ്വം എന്താണ് ചിന്തിച്ചെടുപ്പിച്ച് അവരിങ്ങനെ കൊടുത്തായിരിക്കും
അവരുടേതായിട്ടുള്ള പോളിസികളെല്ലാം ഒറ്റയടിക്ക് വേണമെങ്കിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നിന്നെല്ലാം എന്താണ് അവിടെ ഫൈറ്റ് ചെയ്ത് മേടിച്ചെടുക്കാനൊക്കെയുള്ള പവർ ഉണ്ടെങ്കിൽ കൂടി അവരെന്താണ് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എന്താണ് അവർ ആദ്യം കുറേശ്ശെ കാര്യങ്ങളാണ് അവര് ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ദെൻ അവസാനമായിരിക്കും അല്ലെ അവരെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്കൊക്കെ എത്തുകയുള്ളൂ, ഒരു എഗ്രിമെന്റിലേക്കൊക്കെ എത്തിക്കും. ഓക്കെ, പവർ റിലേഷൻഷിപ്പ് ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റെപ്രസെന്റേഷൻ ആണ് അല്ലെ, പ്രതിനിധികളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ എല്ലാം നോക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്? ഫീച്ചേഴ്സ് ആണ് അല്ലെ, എന്തുമായി ബന്ധപ്പെട്ട കളക്റ്റീവ് ബാർഗെയിനുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ്. നെക്സ്റ്റ് നോക്കാനുള്ളത് റെപ്രസെന്റേഷൻ. In collective bargaining, the main participants do not represent themselves. അതായത് സ്വയം പ്രതിനിധികളായിട്ടൊന്നല്ല എല്ലാവരും വരുന്നത് അല്ലെ, അവരുടേതായിട്ടുള്ള ഒന്നിച്ചുള്ള അതായത് അവിടെ എന്താണ് സ്വയം പ്രതിനിധികളായിട്ടുള്ള പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യം നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവര് ബാർഗെയിൻ ചെയ്യാൻ വരുന്നത് അല്ലെ. മൊത്തത്തില് ഒരു കൂട്ടരുടെ ഇൻ കേസ് എംപ്ലോയറുടെ ആണെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ മൊത്തത്തിലുള്ള ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബാർഗെയിൻ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ സ്വയം പ്രതിനിധി സ്വഭാവമല്ല അവിടെ കാണിക്കുന്നത്. They represent the claim of the workers and management when negotiating collective bargaining requires that the representatives of unions are directly with the employers. ഓക്കെ, നമുക്കറിയാം അവിടെ റെപ്രസെന്റേറ്റീവ് പ്രതിനിധീകരിച്ച് വരുന്നതാണെങ്കിൽ ഇപ്പൊ ഇൻ കേസ് യൂണിയന്റെ നേതൃത്വത്തിലാണെങ്കിലും വരുന്നത് അവര് എന്താണ് അവര് പ്രതിനിധികളായിട്ടാണ് വരുന്നത് അല്ലെ. യൂണിയൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ പ്രതിനിധികളായിട്ടാണ് വരുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയേഴ്സിന്റെ പ്രതിനിധികളായിട്ടാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഈ കൂട്ടരും വന്നിട്ട് ബാർഗെയിൻ ചെയ്തിട്ടാണ് ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ റെപ്രസെന്റേറ്റീവ് പ്രതിനിധികളാണ് ഇതില് രംഗപ്രവേശനം നടത്തി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ. എംപ്ലോയേഴ്സിന്റെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ആണെങ്കിൽ യൂണിയൻ എന്ന് പറയുന്നത് ആരുടെ പ്രതിനിധികളാണ്? ആദ്യമായിരിക്കും എംപ്ലോയീസിന്റെ പ്രതിനിധികൾ അല്ലെ. എന്താ പറയുന്നത് ഡയറക്ട്ലി വിത്ത് എംപ്ലോയേഴ്സ്. എന്താണ് ദ യൂണിയൻസ് ആർ ഓതറൈസ്ഡ് ടു ബാർഗെയിൻ വിത്ത് എംപ്ലോയേഴ്സ് ഓൺ വർക്ക് റിലേറ്റഡ് മാറ്റേഴ്സ്. ഓക്കെ, അവര് യൂണിയനുകളൊക്കെ നേരിട്ട് തന്നെ ബാർഗെയിൻ ചെയ്യുന്നുണ്ട്, വിലപേശുന്നുണ്ട് അല്ലെ. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിന് ബാർഗെയിൻ ചെയ്യാനുള്ള അധികാരങ്ങൾ യൂണിയനുകളിലുണ്ട്. അവര് എന്താണ് ബാർഗെയിൻ ചെയ്തിട്ടാണ് അങ്ങനെ അവകാശങ്ങളെല്ലാം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ റെപ്രസെന്റേറ്റീവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ്ങില് റെപ്രസെന്റേഷൻസ് ബാർഗെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെയാണോ? ഓക്കെ, ഞാൻ വീണ്ടും എന്താണ് ബൈപാർട്ടീസ് പ്രോസസ്സാണ്. എന്താണ് ബൈപാർട്ടീസ് പ്രോസസ് എന്ന് പറയുന്നത്? അതായത് ദ്വിപക്ഷി പ്രോസസ്സാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ബൈപാർട്ടീസ് പ്രോസസ്. That is, there is no interference of any third party. All the decisions are taken by employers and employees by negotiation face to face with each other. ചില കമ്പനികളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വേറൊരു തേർഡ് പാർട്ടിയുടെ ആവശ്യമൊന്നും ഇല്ലാതെ എംപ്ലോയറും കൂടി എന്താണ് അവര് ചർച്ചകളിലൂടെ തന്നെ തീരുമാനങ്ങൾ എടുത്ത് തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളും ഉണ്ട് അല്ലെ. അവിടെ നോക്കുക എന്താണ് ബൈപാർട്ടീസ് പ്രോസസ് ആണ് നടപ്പാക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ഒരു തേർഡ് പാർട്ടി അവിടെ കടന്നു വരുന്നില്ല. അവിടെ പിന്നുള്ളത് ആരൊക്കെ തന്നെയാണ്? എംപ്ലോയേഴ്സും മാത്രമാണ് അവിടെ നിലവിലുള്ളത് അല്ലെ. അവര് തമ്മിലുള്ള ഫേസ് ടു ഫേസിൽ തന്നെ അല്ലെ മുഖാമുഖം ചർച്ചകളിലൂടെയാണ് അവര് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഫേസ് ടു ഫേസ് ചെയ്ത് അല്ലെ അവിടെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്തിട്ടാണ് ബാർഗെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ബൈപാർട്ടീസ് പ്രോസസ്. അവിടെ ആർക്ക് പങ്കില്ല? ആർക്കാണ് അവിടെ പങ്കില്ലാത്തത്? മനസ്സിലായില്ല? ബൈപാർട്ടീസ് പ്രോസസ് ആണ് നടക്കുന്നതെങ്കിൽ തേർഡ് പാർട്ടീസിന് പങ്കില്ല. ഓക്കെ,
അപ്പൊ എന്താണ് ബൈ പാർട്ടീഷൻ? ഓക്കെ, ഗുഡ്. തേർഡ് പാർട്ടീസിന് അവിടെ പ്രത്യേകിച്ച് പറ്റുകയില്ല. ദെൻ റൂൾ മേക്കിംഗ്. എന്താണ് റൂൾ മേക്കിംഗിനെ പറയുന്നത്? റൂൾ മേക്കിംഗ് ദാറ്റ് ഈസ് റീച്ചിങ് ആൻ അഗ്രിമെന്റ് ബൈ സ്പെസിഫൈങ് റൂൾസ് pertaining to employment relationship in the purpose of a collective bargaining. അതായത് നമുക്കറിയാം റൂളുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും റൂൾസ് വരുന്നത് അല്ലെ? ചർച്ചകളൊക്കെ നടത്തിയിട്ട് ഇപ്പൊ നിലവിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പുതിയ ചർച്ചകൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചർച്ചകളുടെ പര്യവസാനത്തിൽ എന്താണ് നടക്കുന്നത് അതായിരിക്കും റൂൾസുകളായിട്ട് വരുന്നത് അല്ലെ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റൂൾസ് മേക്കിംഗ് ഒന്നും എന്തിനെ വിശേഷിപ്പിക്കാം? നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ വിശേഷിപ്പിക്കാം. കാരണം കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ എന്താണ് അവിടെ ചർച്ചകൾ വരുന്നു, അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇവിടെയും ചോദ്യങ്ങൾ ഉണ്ടാവാം. വൈ ടു സേ റൂൾ മേക്കിംഗ് അല്ലെ? കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ള ലേബൽ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദിച്ചാൽ എന്തായിരിക്കും? റീച്ചിങ് ആൻ എഗ്രിമെന്റ് എന്താണ്? ബൈ സ്പെസിഫൈങ് റൂൾസ് pertaining to employment relationship in the purpose of a collective bargaining. നെക്സ്റ്റ് നോക്കുക, എന്താണ്? പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ്. എന്താണ് പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ബാർഗെയിനിങ്ങിൽ പോകുമ്പോൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളാണ് സാധ്യമാക്കുന്നത് അല്ലെ? അവരവരുടെ ഇഷ്യൂസ്, അവരവരുടെ പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് അല്ലെ? അവരവരുടെ ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാർഗെയിനിങ് നടത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അത്? താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. റൂൾ മേക്കിംഗ് ഇറ്റ് ഈസ് എ ടൂൾ ആൻഡ് procedure to protect the interest of the workers. അതായത് ഇതൊരു ടൂളാണ് അല്ലെ? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? അവരുടെ വർക്കേഴ്സിന്റെ ഒക്കെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണെന്ന് പറയുന്നു. For discussion and negotiation between the parties, this institution or an instrument is used widely in industrial organization. Okay. ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അത് പ്രധാനമായിട്ടും ഡിസ്കഷൻ കാര്യങ്ങളിൽ വരും, നെഗോഷിയേഷൻ അല്ലെ? ഒരു ചർച്ചകൾ നടത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. അതുകൊണ്ട് തന്നെ അതിന് എന്തെന്ന് പറയുന്ന ഒരു പ്രത്യേക ടൂൾ ആണെന്നും വിശേഷിപ്പിക്കുന്നു. കേളേ വേണോ? വീണ്ടും ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഇന്റഗ്രൽ പാർട്ട് ഒരു അവിഭാജ്യ ഘടകം കൂടിയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. എന്താണ് ഒരു അവിഭാജ്യ ഘടകം കൂടിയാണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി as it is a technique which makes an effort to reconcile the needs and objectives of workers and employers. Okay. അവിടെ എന്താണ്? ഒരു അനുരഞ്ജന ശ്രമം നടത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അതായത് അനുരഞ്ജന പ്രക്രിയ നടപ്പാക്കി കൊണ്ടുപോകുന്ന സംഭവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ ചർച്ചയിലൂടെയാണ് ഒരു തീരുമാനത്തിലെത്തുന്നത് അല്ലെ? ചർച്ചകൾ നമുക്കറിയാം പല സമയത്ത് ചർച്ചകളൊക്കെ ചിലപ്പോൾ അലസി പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. വീണ്ടും ചർച്ച വിളിച്ചു കൂട്ടുന്നു, അനുരഞ്ജനത്തിലേക്ക് ഏർപ്പെടുന്ന അല്ലെ? തൊഴിലാളിയെ അതിന്റെ എന്താണ് പറഞ്ഞു മനസ്സിലാക്കുക അല്ലെ? ഇരുകൂട്ടം വിഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു കൂട്ടം വിഭാഗങ്ങളൊക്കെ ഓക്കെ സമാധാനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് എന്തെങ്കിലുമൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നടപ്പാക്കിക്കൊണ്ട് അത് സമാധാനിപ്പിക്കുന്നു. ഇതിലെന്താണ് അവസാനം എന്താണ്? എല്ലാവരെയും എല്ലാ കൂട്ടരെയും എന്താണ് ഇൻട്രസ്റ്റുകളെ പരീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അവിഭാജ്യ ഘടകമാണ്. ഒരു എന്താണ് റിക്കൺസിൽ നീഡ്സ് എന്ന് വെച്ചാൽ ഒരു അനുരഞ്ജന പ്രക്രിയ നടത്തുന്ന ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയറായോ? സൊസൈറ്റിയിലെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. കാരണം ഇറ്റ് ഈസ് ദ ടെക്നിക്ക് വിച്ച് മേക്സ് ആൻ എഫേർട്ട് അല്ലെ? ഇതിന്റെ ഈ ടെക്നിക്കിന്റെ എഫേർട്ട് കൊണ്ട് അതിന്റെ പരിണിത ഫലമായിട്ട് റിട്ടേൺസ് ദ നീഡ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ്. തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും ലക്ഷ്യങ്ങൾ അല്ലെ? ലക്ഷ്യങ്ങൾക്ക് ഒരു അനുരഞ്ജനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക ടെക്നിക്കാണെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അവിഭാജ്യ ഘടകമാണെന്ന് വിശേഷിപ്പിക്കും. ഓക്കെയാണോ?
ടീച്ചേഴ്സ് കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും രീതിയിൽ ചിലപ്പോ സെന്റൻസ് വെച്ചിട്ട് എന്തല്ലേ അല്ലെ, എന്തെങ്കിലും നമ്മൾ കണ്ട റോഡ് മേക്കിങ്ങിന്റെ കാര്യമാണെങ്കിലും ഇന്റഗ്രൽ പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ആൻസർ വരുന്നുണ്ട് അല്ലെ. ഇപ്പോ എന്താണ്, ഡാഷ് ഇസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ടെക്നിക്ക് വെച്ച് മേക്ക് 42 അല്ലെ. അപ്പൊ അത് എന്തായിരിക്കും? കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് അല്ലെ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. കാരണം അവിടെ അനുരഞ്ജന പ്രക്രിയ നടപ്പാക്കുന്നത്. അതേമാതിരി തന്നെ റോഡ് മേക്കിംഗ്, ഒരു റോഡ് മേക്കിംഗ് അല്ലെ, വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ടു റീച്ചിങ് ആൻ എഗ്രിമെന്റ് ബൈ സ്പെസിഫൈഡ് എന്താണ് pertaining to employment relationship is the purpose of collective bargaining. നമുക്കറിയാം എന്താണ് അവിടെ റൂൾ മേക്കിംഗ് പ്രോസസ്സിനെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുഞ്ഞു കുഞ്ഞു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ലെവലപേക്ഷ ചർച്ചകളുടെ അടിസ്ഥാനത്തില് ഇരുകൂട്ടരുടെയും ആവശ്യങ്ങള് അല്ലെ, അവരുടേതായിട്ടുള്ള ആശയങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് കൂടിയാണ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റിലേക്ക് പോകാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പൊ നെക്സ്റ്റ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. അതില് പ്രധാനമായിട്ട് നമ്മൾ അറിയാം കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ പല കൂട്ടർക്കും ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും ആർക്കൊക്കെ ആയിരിക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാകുക? മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ആർക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക? എംപ്ലോയറിനും എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. എന്തായാലും നമുക്ക് നോക്കാം. ടു ഗീവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്, അതായത് തൊഴിലാളികൾക്ക് അല്ലെ പങ്കെടുക്കാനുള്ള ഒരു അവകാശമുണ്ട്, ഒരു അവസരം അല്ലെ, ഒരു ഓപ്പർച്യൂണിറ്റി അവസരം ഉണ്ടാവുന്നു. അതായത് തൊഴിലാളികൾക്ക് അഭിപ്രായം പറയാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവുന്നു അല്ലെ. ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു അവസരം അവർക്ക് ലഭ്യമാകുന്നു. In the absence of a collective bargaining, the workers were unable to participate in the program and express their views in front of the management. Okay, ഒരു മാനേജ്മെന്റിന്റെ മുമ്പിൽ അവർക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളൊരു ചർച്ച ആവശ്യമാണ് അല്ലെ. ചർച്ചകളൊന്നും ഇല്ല എങ്കിൽ, ഒരു നെഗോഷിയേഷൻ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ് ഇല്ല എങ്കിൽ, ആ പ്രോസസ് അവിടെ ഇല്ല എങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊന്നും അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അതുകൊണ്ട് തന്നെ പറയുന്നത് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് പ്രകടിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന പ്രോസസ് അവിടെ മസ്റ്റ് ആയിട്ട് വേണം അല്ലെ. It has provided them an opportunity where they can give valuable suggestions about the work and contribute towards the programs. ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഈ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ്, നിർദ്ദേശങ്ങൾ അല്ലെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. തീർച്ചയായിട്ടും എംപ്ലോയീസിന് എന്തെങ്കിലും എന്താണ്
അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ടുള്ള റോള് അല്ലെ, ഒരു സമയം, ഒരു സന്ദർഭം അവർക്ക് അനുയോജ്യമായിട്ട് ലഭിക്കുന്നു. Then the workers' suggestions may prove to be very useful for the organization as they are well aware of the real picture of the working conditions. Okay, നമുക്കറിയാം ഒരു വർക്കിംഗ് കണ്ടീഷനെ സംബന്ധിച്ച് അവർക്ക് യഥാർത്ഥ ബോധം ഉളവാക്കാനായിട്ട് പറ്റുന്ന ആർക്കായിരിക്കും? അവിടെയുള്ള വർക്കേഴ്സിനാണ് അല്ലെ. കാരണം വർക്ക് ചെയ്യുന്നത് ആരാണ്? വർക്കേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു പിക്ചർ അവതരിപ്പിക്കാനായിട്ട്, അവർക്കാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള സജഷൻസ് എപ്പോഴും എന്താണ്, വെരി യൂസ്ഫുൾ ആണ് അല്ലെ. വളരെ ഉപകാരപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കും അവർ പങ്കുവെക്കുന്നത്. നമുക്കിപ്പോ ഇത്രയും സമയത്തിനുള്ള ചിലപ്പോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ സമയത്തിന് നമുക്ക് ഇന്ന ഒത്തിരി പേര് വർക്കേഴ്സിന് അവിടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന മെഷീന്റെ ആവശ്യം അവിടെയുണ്ട് അല്ലെ. അങ്ങനെ കൃത്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പറ്റുന്നത് തീർച്ചയായിട്ടും വർക്കേഴ്സിനാണ്. കാരണം അവരാണ് യഥാർത്ഥമായിട്ട് ആ വർക്കിംഗ് ഇടങ്ങളിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ദേ ഓൾസോ ഹാവ് ഗുഡ് നോളജ് അബൌട്ട് ദെയർ വർക്ക് ആൻഡ് റിയൽ പിക്ചർ ഓഫ് ദ വർക്കിംഗ് കണ്ടീഷൻസ്. ഓക്കെ, അത് തന്നെയാണ് എടുത്ത് വീണ്ടും പറയുന്നത്. അവർക്കാണ് നല്ല അറിവുണ്ടായിരിക്കുക, അത് മാത്രമല്ല വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ട് ഒരു റിയൽ പിക്ചർ അവരുടെ മൈൻഡിലായിരിക്കും ഉണ്ടായിരിക്കുക. They also have good knowledge about their work and the manner it is to be done. Okay, അതായത് എപ്പോഴും എന്താണ്, നന്നായിട്ട് നടക്കണമെങ്കിൽ അല്ലെ, അത് ആ നോളജ് നന്നായിട്ട് തന്നെ, ആ നോളജ് അവർക്ക് മതിയായ രീതിയിൽ തന്നെ ഉപയോഗപ്രദമാക്കേണ്ടതുണ്ട്. Workers' participation helps the organization in taking right and informed decisions. അപ്പൊ നമുക്കറിയാം ഇവര് പറയുന്ന ഈ വർക്കേഴ്സ്, തൊഴിലാളികൾ പറയുന്ന സജഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് അല്ലെ, തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതിലേക്കൊക്കെ ഈ നിർദ്ദേശങ്ങളൊക്കെ ശരിയല്ലെ മുൻകൈ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ, ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുമെന്ന്. കാരണം എന്തുകൊണ്ട് ഇവരായിരിക്കും ആക്ച്വൽ ആയിട്ടുള്ള വർക്ക് അല്ലെ, ആ റിയൽ പിക്ചർ അറിയാവുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ആരായിരിക്കും? റിയൽ പിക്ചർ അറിയാവുന്ന വ്യക്തികൾ ആരായിരിക്കും? ആരായിരിക്കും? വർക്കേഴ്സാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവര് പറയുന്ന സജഷൻസ് ഏറ്റവും വാല്യുബിൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി. ഇൻ കേസ് ഇങ്ങനെ ഒരു ബാർഗെയിനിങ് സംഭവം ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളില്ല അല്ലെ. എന്താണ് പോരായ്മകൾ? ചിലപ്പോൾ ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അവർ നേടിയെടുക്കുന്നതായിരിക്കും, പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ച് നല്ല ഗുണങ്ങൾ കൂടി അവർക്കും കൂടി സ്പീഡിൽ അല്ലെ അവരുടെ റിസൾട്ട് നേടിയെടുക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അത് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലെ. ഗിവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. ക്ലിയർ ആണോ? ാണോ ചെയ്ത് പോണോ? ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ടു ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ്. ടു ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കർ റിലേഷൻഷിപ്പ് അല്ലെ, മെച്ചപ്പെടുത്തുന്നതിന് അല്ലെ, നല്ലൊരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം അവരായിരിക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, ആക്ച്വൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ എല്ലാവരുടെ മുമ്പിൽ അവരുടെ ആ ഒരു ചർച്ചയിലേക്ക് അവതരിപ്പിക്കുന്നത്. ദെൻ നമുക്കറിയാം അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അവർ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു നല്ല ബന്ധവും വളർത്തിയെടുക്കുന്നുണ്ട് അല്ലെ. മാനേജ്മെന്റ് വർക്ക് റിലേഷൻഷിപ്പ് ഈസ് സ്ട്രെങ്തൻഡ് ബൈ കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ. അത് ശക്തി പ്രാപിക്കുന്നു. മാനേജ്മെന്റും വർക്കും തമ്മിൽ, വർക്കേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധം അതിനൊരു ശക്തി പ്രാപിക്കുന്നുണ്ട്. Barriers of communication can be eliminated by face-to-face interactions between management and workers. നല്ലൊരു ഇതുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഒരു ചർച്ചയൊക്കെ വിളിച്ച് ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ഒക്കെ വിളിക്കുമ്പോഴെന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഇല്ലാതെയാവുകയാണ് അല്ലെ. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എലിമിനേറ്റഡ് എന്ന് വെച്ചാൽ അവിടെ ഒഴിവാക്കിപ്പെടുകയാണ്. എന്ത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. There is a better understanding of each other's views and recommendation leading to greater cooperation. Okay, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവരവരുടെ ശുപാർശകൾക്ക് അല്ലെ
ഓരോരുത്തർക്ക് നല്ലതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ. ഈച്ച് അതേഴ്സ് വ്യൂസ് ആൻഡ് റെക്കമെൻഡേഷൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓരോരുത്തരെ കുറിച്ചിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ശുപാർശകൾ ലീഡ് അല്ലെ, നല്ല നല്ല ശുപാർശകളൊക്കെ എന്താണ് ലീഡ് ചെയ്യുന്നു. നല്ലൊരു ഐക്യത്തോടു കൂടിയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. There is a less doubt and suspicion on each other as the workers know the position of the management and vice versa. Both will know the places reason for their differences in opinions. ഓക്കെ, അതായത് ഇത്തരം അഭിപ്രായങ്ങളുടെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ, അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണം മനസ്സിലാക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ടുള്ള കാരണങ്ങൾ എന്തായിരിക്കാം അല്ലെ, അവരുടെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഓക്കെ, അവര് വെറുതെ പറയുന്നതായിരിക്കില്ല, അവരുടെ റിയൽ പിക്ചർ അല്ലെ, യഥാർത്ഥമായിട്ടുള്ള ഒരു സജഷൻസ് ആണ് അവര് ഇങ്ങനെയുള്ള ചർച്ചയിൽ മുന്നിൽ വെക്കുന്നതെന്നൊക്കെ അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പരസ്പരം അവർക്ക് അല്ലെ അവരെ ഒരു പൊസിഷനെ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നു. ഓരോരുത്തരെയും അവരവരുടെ പൊസിഷൻ, ഇപ്പൊ തൊഴിലാളിയാണെങ്കിലും തൊഴിലുടമ എന്താണ് ആ പൊസിഷനെ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ തൊഴിലുടമയുടെ പൊസിഷനെയും ആരംഗീകരിക്കുന്നു, തൊഴിലാളി അംഗീകരിക്കുന്നു. അങ്ങനെ ബോത്ത് ഓഫ് ദം നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് നല്ല റിലേഷൻഷിപ്പോട് കൂടിയിട്ടൊക്കെ തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് 2 പോയിന്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെയാണ്, പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.